പണ്ട് 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പൊതുവേ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. എല്ലാവരോടും ഒരുപാട് പൊട്ടിത്തെറിച്ചും കൊണ്ട് സംസാരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറുടെ ഒരു മോള് സ്കൂളിലേക്ക് വന്നു. നമ്മളെ സ്കൂളിലല്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്, വേറൊരു സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ടീച്ചർ വന്നപ്പോൾ ടീച്ചർ മോളെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ മോളെ എല്ലാവരും കണ്ടപ്പം ആ കുട്ടീനെ ഒരു പുതിയൊരാളെ കണ്ട് വേറെ ഏതൊരു ലോകത്തുനിന്ന് വന്നൊരു കുട്ടീനെ പോലെ എല്ലാവരും വന്ന് ആ കുട്ടീനെ ഇങ്ങനെ ആ കുട്ടീൻ്റെ ചുറ്റോറം നിൽക്കണു, സംസാരിക്കണു, കളിക്കണു, ചിരിക്കണു. അപ്പോൾ ജസ്റ്റ് ഞാൻ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടി ഇങ്ങനെ ബെഞ്ചിലിരിക്കുകയാണ്. ബെഞ്ചിലിരിക്കുന്ന സമയത്ത് ഞാൻ ആ കുട്ടീൻ്റെ തോളിൽ ഇങ്ങനെ കൈ വെച്ചു. അതായത് ഇങ്ങനെ തോളിൽ ഇങ്ങനെ കൈ വെച്ചു, 2 കൈ വെച്ചിട്ട്. ആ കുട്ടിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല, വേദനിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വലിയൊരു സംഭവമായി മാറി. ആ കുട്ടീൻ്റെ കഴുത്ത് പിടിച്ച് ഞാൻ ഞെരിച്ചു എന്നായി പിന്നെ എല്ലാവരും പറയുന്ന വർത്താനം. സത്യം പറഞ്ഞാൽ ഞാനന്ന് ആകെ പേടിച്ചു പോയി. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അവിടെ ഒന്നും ചെയ്തത്, മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല. ആ കുട്ടിയോടുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് എല്ലാവരും ആ കുട്ടീനെ അങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും അതിനെങ്ങനെ ചുറ്റി വളഞ്ഞ് നിന്ന് ആ കുട്ടി സൈലൻ്റായിട്ടൊരു ബെഞ്ചിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് പോയിട്ട് ഞാൻ പറയാം, നമ്മൾ ഒന്നും ചെയ്യാതെ പോലും, തെറ്റുകൾ ചെയ്യാതെ പോലും വെറുതെ നമ്മൾ ഓരോ ശിക്ഷകൾ അനുഭവിച്ച്. ഞാൻ അന്ന് മുതൽ മാത്രമല്ല, അതിൻ്റെ മുമ്പും നമ്മളെ ലൈഫിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് എന്നെ എല്ലാവരും ഒരുപാട് കുറ്റപ്പെടുത്തി. പക്ഷേ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ആ കുട്ടീൻ്റെ കഴുത്തിൽ വെറുതെ ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പിടിച്ചു എന്നേ ഉള്ളൂ. ടീച്ചർ